Hi everyone, welcome back to Kayathol Sugar and Spice. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കായത്തോലും മമ്പയറും ചേർന്നിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. നമ്മുടെ വീടുകളിൽ വറുത്തുപ്പേരി ശർക്കരപ്പേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ കായത്തോല് ബാക്കി വരും. അപ്പോൾ അതുകൊണ്ട് ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ഒരു സൈഡ് ഡിഷായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഒരു അരക്കപ്പ് മമ്പയർ വെള്ളത്തിൽ കുതിർത്താം ഓവർനൈറ്റ്. പിന്നെ നമുക്ക് നമ്മുടെ കായത്തോല് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് അതിനെ ഒന്ന് മഞ്ഞൾ ഉപ്പൂട്ട വെള്ളത്തിൽ ഒന്ന് അതിൻ്റെ കറ കളഞ്ഞ് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കുതിർത്ത മമ്പയർ പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ എണ്ണ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ കായ വേവിക്കാൻ പോണത്. കായ ഒരു കപ്പോളം ഉണ്ട്. അരക്കപ്പ് ഉണങ്ങിയ റോ മമ്പയറിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇതിൻ്റെ തന്നെ ഈ വെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചിലർ ഈ രണ്ട് സാധനവും പച്ചക്കായുടെ തോലും മറ്റേ മമ്പയറും ഒരുമിച്ച് തന്നെ കുക്കറിലിട്ട് വേവിക്കും. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. ചിലപ്പോൾ അത് രണ്ട് വേവായി പോകും. അപ്പം നമ്മുടെ മമ്പയർ ആകെ കുഴഞ്ഞു പോകും. അത് വിചാരിച്ചിട്ടാണ്. കായയുടെ തോല് മാറ്റി എടുത്തതിന് ശേഷം അതിൻ്റെ തോലിനെ ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളത്തിൽ ഞാനൊരു 10 മിനിറ്റ് കുതിർത്തിയിട്ടതിന് ശേഷമാണ് ഇങ്ങനെ നൈസായിട്ട് മുറിച്ചെടുത്തത്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഉപ്പിടുന്നുണ്ട്. മുളക് പൊടി ഇടില്ല കേട്ടോ അതിൽ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ടിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ കായയുടെ തോല് വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്കിവിടെ ഒരു വറവ് റെഡിയാക്കാം. ഞാൻ അതിനായിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, അത് പൊട്ടിയതിന് ശേഷം തീയൊന്ന് ചെറുതാക്കിയിട്ട് ഞാനിതിലേക്ക് മുളകിൻ്റെ ഈ പരിപ്പ് അതൊരു ടീസ്പൂണോളം ഇടുന്നുണ്ട്. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇതിലിടുന്നില്ല. ഇതിട്ട് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം, അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒന്ന് വേഗം തന്നെ ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കാം. അപ്പം നമുക്കിതിൽ എണ്ണ വളരെ കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്, കുറച്ചുകൂടി എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ അത് കരിയാൻ പാടില്ല. ഇത് നമുക്ക് കുറച്ച് നേരം ഈ ഉള്ളി ഒന്ന് വാടണ വരെ മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ കായ വെന്തിട്ടുണ്ടാവും. ഞാനിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് അടുപ്പ് ആദ്യം ഒന്ന് ഓൺ ചെയ്തിട്ട് നമ്മുടെ വെന്ത മമ്പയറിലേക്ക് ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും മമ്പയറിൻ്റെയും കായൻ്റെയൊക്കെ. ആ വെള്ളം ഒന്ന് വറ്റാനായിട്ടാണ് നമ്മൾ അടുപ്പ് കുറച്ച് നേരത്തേക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന് ഇനി അടച്ചു വെക്കേണ്ട കാര്യമില്ല, കാരണം ആ വെള്ളം വറ്റലാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത് വെള്ളമൊക്കെ ഒരുവിധം വറ്റി, വല്ലാതെ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ വറവും കൂടി ചേർത്ത് കഴിയുമ്പം കുറച്ചൊരു ഇങ്ങനെ കുഴമ്പ് പോലെ ഇരിക്കുന്നത് ഒരു ടേസ്റ്റാണ്. നമ്മുടെ വറവ് ഇപ്പം റെഡിയായിട്ടുണ്ടാവും. ഉള്ളിയൊക്കെ നല്ലോണം വാടി മുളകിൻ്റെ പച്ചമണവും ഒക്കെ പോയി. നമുക്കിതിനെ ഇനി നമ്മുടെ കായും പയറും മിക്സ്ചറിലേക്ക് ഇടാം. കഞ്ഞിയുടെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളിപ്പോൾ ഈ വറുത്തുപ്പേരി ശർക്കരപ്പേരി ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പം എന്തായാലും കായത്തോല് ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് കളയണ്ട. വളരെ ന്യൂട്രീഷ്യസ് ആയൊരു സാധനമാണ്. അത് ഇതുപോലെ ചെയ്താൽ മതി. കുറച്ച് സിരിക്കും ചെയ്യും ഇത്. നമ്മളിപ്പോൾ ഇതിൽ തേങ്ങയൊന്നും ചേർത്തിട്ടില്ലല്ലോ. ചിലർ ഇതിൽ തേങ്ങ ഇടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇടാം കേട്ടോ. ഞാൻ ചെയ്യാറില്ല. അത് വീട്ടിൽ അമ്മയൊക്കെ ചെയ്യുന്ന വിധത്തിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.